നമസ്കാരം. എന്തിന്റെ വിശേഷം? എല്ലാവരും സുഖം തന്നെയല്ലേ? എനിക്ക് നല്ല കോൾഡ് പിടിച്ചു, കാരണം 2 ദിവസമായിട്ട് വയ്യ. അപ്പം ഇങ്ങനെ ഇരിക്കുന്നു. അപ്പം ഞാൻ വിചാരിച്ചിരുന്നു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയായിട്ട് വരാമെന്ന്. മാത്രമല്ല, എനിക്ക് നമ്മുടെ പ്രവാസികളായ കുറേ ചേട്ടന്മാരെ അനിയന്മാരെയൊക്കെ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഞങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് കറികൾ ചെയ്യാൻ. അപ്പം ഞാൻ വിചാരിച്ചു ഇത് എന്തായാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കറിയാണ്. കൂടുതൽ കറികളായിട്ട് ഞാൻ വീണ്ടും വരാം. എന്നാലും ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. പ്രവാസികളായ മലയാളികൾ മാത്രമല്ല കേട്ടോ, വീട്ടമ്മമാർക്കും ചെയ്യാം. വളരെ എളുപ്പമാണ്. കാരണം നമ്മളൊക്കെ ഇങ്ങനെ വയ്യാതൊക്കെ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ചിലപ്പോൾ ഫ്രിഡ്ജിൽ നോക്കുമ്പോൾ ഈ പുളിശ്ശേരിക്ക് പറ്റുന്ന കഷ്ണങ്ങൾ ചിലപ്പോൾ ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ നമ്മളൊന്ന് വിചാരിക്കും എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഈ സിമ്പിൾ മോര് കറിയും അതുപോലെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ എന്തെങ്കിലും ഒരു മെഴുക്ക് പുരട്ടി അല്ലെങ്കിൽ അച്ചാറോ അതിലുണ്ടെങ്കിൽ സുഭിക്ഷമായി നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. അതിന് ഉണ്ടാക്കിയതിന് ശേഷം കഴിച്ചിട്ട് എന്നോട് അഭിപ്രായം പറയുക. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ പുതിയതായിട്ട് വന്ന കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ അവർ വീണ്ടും എന്നോട് ഞാൻ ഇട്ട റെസിപ്പീസ് തന്നെ വീണ്ടും റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ പ്ലേലിസ്റ്റിൽ നോക്കുക. ഓൾ വീഡിയോസിൽ ഞാൻ ഇതുവരെ ഇട്ടിട്ടുള്ള എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളൂ. അപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്നതിൽ പാൽക്കപ്പ എന്ന് പറഞ്ഞ റെസിപ്പി ഒരുപാട് പേര് കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പിയാണ്. നമ്മുടെ കപ്പ വെച്ചുണ്ടാക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായൊരു സംഭവം. അപ്പോൾ നിങ്ങളത് ട്രൈ ചെയ്യാത്തവർ പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. കാരണം അത്രയും നല്ലതാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറയാൻ കാരണം. അപ്പോൾ ഒട്ടും വൈകാണ്ട് നമുക്ക് എങ്ങനെയാണ് സിമ്പിൾ പുളിശ്ശേരി ചെയ്യാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, പിന്നെ 3/4 ഗ്ലാസ് നാളികേരം. നാളികേരത്തിൻ്റെ അളവാണെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാൻ പക്ഷേ കുറച്ച് നാളികേരം എടുത്തിട്ടുള്ളൂ. 3/4 ഗ്ലാസ് നാളികേരം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ ജീരകം, നല്ല ജീരകം, ക്യുമിൻ സീഡ്സ്, പിന്നെ 2-3 കറിവേപ്പിലേൻ്റെ ഇല, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും സാധനങ്ങളെല്ലാം കൂടിയും കണ്ടിട്ട് നമ്മൾ നല്ല വെണ്ണ പോലെ അരയ്ക്കുക. അതായത് നല്ല ഫൈനായിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിൽ അരയ്ക്കാൻ വേണ്ടി നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുക. അല്ലെങ്കിൽ ഒരുപാട് വെള്ളത്തിൽ ഒഴിച്ച് കഴിഞ്ഞ് ഇത് നന്നായി അരയുമില്ല, വെള്ളം പുറത്തേക്ക് ഒഴുകുകയും ചെയ്യും. അതുകൊണ്ട് ആദ്യം കുറച്ച് വെള്ളം ഒഴിക്കുക, എന്നിട്ട് നമുക്ക് അരച്ച് നോക്കുക. വെള്ളം കുറവ് തോന്നുകയാണെങ്കിൽ മാത്രം എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എപ്പോഴും വെള്ളം കുറവ് ഞാൻ മാത്രമേ നന്നായിട്ട് ഫൈനായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. മാത്രമല്ല മിക്സിയുടെ ചെറിയ ജാറിലാണ് നന്നായിട്ട് നമ്മൾ ചട്നിയൊക്കെ അരയ്ക്കുന്ന ജാറാണ് ചെറിയ ജാറ്. ഇതിൽ അരച്ച് കഴിഞ്ഞാലാണ് നല്ല ഫൈനായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ഞാൻ അരച്ചിട്ട് വരാം കേട്ടോ. ഇപ്പോൾ നമ്മുടെ നാളികേരത്തിൻ്റെ പേസ്റ്റ് നന്നായിട്ട് വെണ്ണ പോലെ അരഞ്ഞിട്ടുണ്ട്. ഇത് മാറ്റി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് വെളുത്തുള്ളിനും സ്മെല്ല് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വെളുത്തുള്ളി അവോയ്ഡ് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു എന്താ പറയുക ഫ്രണ്ടിൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് പോയപ്പോൾ കഴിച്ചിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ചോദിച്ച് മനസ്സിലാക്കിയ റെസിപ്പിയാണ്. കാരണം നമ്മുടെ തൃശ്ശൂരോട്ടൊക്കെ വെളുത്തുള്ളി ഇങ്ങനെ അധികം ഇടാറില്ല മോര് കറിയിൽ. അതുകൊണ്ട് വെളുത്തുള്ളി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വെളുത്തുള്ളി അവോയ്ഡ് ചെയ്യാം. ഞാനിപ്പോൾ 2 കഷ്ണം വെളുത്തുള്ളി ഇട്ടുന്നുള്ളൂ. കഷ്ണങ്ങളില്ലെങ്കിലും സാധാരണ എനിക്ക് വെളുത്തുള്ളി ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ കറിയിൽ എനിക്ക് എന്തോ വെളുത്തുള്ളി നന്നായി തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് മോരാണ്. ഞാനിപ്പോൾ ഇവിടെ 1 കിലോൻ്റെ നമുക്ക് അൽമറായിൻ്റെ തൈര് വാങ്ങിക്കാൻ കിട്ടില്ലേ, ആ തൈര് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. വെള്ളം ചേർക്കാണ്ട് അരച്ചു വെച്ചിരിക്കുന്നതാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ട എന്നുണ്ടെങ്കിൽ 1/2 കിലോൻ്റെ തൈര് വാങ്ങിച്ചിട്ട് ഇതുപോലെ അരച്ചെടുത്താൽ മതി. നമ്മൾ വെള്ളം കുറച്ചിലേക്ക് ചേർക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ ഞാൻ വെള്ളം ചേർത്തിട്ടില്ല എന്ന് മാത്രം. പിന്നെ പലരും ചോദിക്കാറുണ്ട്, ചേച്ചി പുളിശ്ശേരിക്കൊക്കെ നല്ല പുളി വേണം, നല്ല തന്നെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പല വീഡിയോസിലും ഇതുപോലെ തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വീണ്ടും സംശയങ്ങൾ വരുന്നുണ്ട്. ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തലേദിവസം രാവിലെ, അപ്പം നമ്മൾ ഇന്ന് ഉച്ചയ്ക്കാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ തലേദിവസം രാവിലെ തന്നെ മോരെടുത്തിട്ട്, അതായത് തൈരെടുത്തിട്ട് അടുക്കളയിലെ കബോർഡിലോട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മാറ്റി വയ്ക്കും. അപ്പോൾ ഒരു ദിവസം കബോർഡിൽ ഇരുന്ന് കഴിഞ്ഞാൽ തന്നെ നല്ല പുളി വരും. അപ്പം എനിക്ക് അത്യാവശ്യം എൻ്റെ മോര് കറിക്ക് നല്ല പുളി ഉണ്ടാവാറുണ്ട്. അതല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഇന്ന് മോര് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളേക്ക് മോര് കറി കഴിക്കുമ്പോഴും പുളി വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നമുക്ക് മോരും റെഡി ആയിട്ടുണ്ട്, നമ്മൾ അരച്ചു വെച്ചതും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി എല്ലാം കൂടി മിക്സ് ചെയ്യണം. ഇനി നമുക്ക് മോര് കറി അസംബിൾ ചെയ്യാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെക്കുക. ആ കടായിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടില്ലേ, നാളികേരത്തിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കുക. ആ നമ്മുടെ ജാറിലോട്ട് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് കംപ്ലീറ്റ് അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ അരപ്പ് ഒന്ന് ഇതിൽ കിടന്നിട്ട് വേവട്ടെ, അതായത് ഇതിൻ്റെ പച്ചമുളക് ഒന്ന് പോട്ടെ. അതിനുശേഷം മാത്രം നമുക്ക് അടിച്ചു വെച്ചിരിക്കുന്ന മോര് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇതിൽ 1/2 ഗ്ലാസ് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ അരപ്പിൻ്റെ കൂടെ. അപ്പോൾ ഈ അരപ്പിനൊരു മണം ഉണ്ടാവുമല്ലോ, ഒരു പച്ചച്ചൊവ ഉണ്ടാവും നാളികേരത്തിൻ്റെയും അതുപോലെ തന്നെ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ. അതൊന്ന് മാറട്ടെ.
നമ്മൾ മോര് ഒഴിച്ച് കഴിഞ്ഞാൽ തിളപ്പിക്കാൻ പാടില്ല എന്നാണ് പറയുക. മോര് അതേസമയം കട്ടിക്കാളനിൽ നമ്മൾ നന്നായി ഇളക്കി തിളപ്പിച്ചെടുത്ത് വറ്റിച്ചെടുത്ത് കഴിഞ്ഞാൽ കട്ടിക്കാളൻ റെഡി ആവുള്ളൂ. പക്ഷെ പുളിശ്ശേരി ഇങ്ങനെ ഗ്രേവി ആയിട്ടിരിക്കുന്ന സംഭവത്തിൽ നമ്മൾ മോര് തിളപ്പിച്ച് കഴിഞ്ഞാൽ മോര് പെട്ടെന്ന് തന്നെ അത് പിരിഞ്ഞു പോകും. അപ്പോൾ കറിയുടെ കൺസിസ്റ്റൻസി മാറിപ്പോവും, കാണാനും നന്നായി ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ അരപ്പൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണ് അടച്ച് തുറക്കുമ്പോഴേക്കും റെഡി ആവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാനിങ്ങനെ ചില ദിവസങ്ങളിൽ ചില സമയത്ത് നമുക്ക് അസുഖങ്ങളായിരിക്കും, വയ്യാതിരിക്കുന്ന സമയമായിരിക്കാം. അപ്പോൾ ഇന്ന് തന്നെ എനിക്ക് വയ്യ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കറി ഉണ്ടാക്കണം അല്ലേ, പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കിനൊക്കെ റെഡി ആയിരിക്കണം കറികൾ. അപ്പോൾ എന്തെങ്കിലും ഒരു ചാറുകറി ഉണ്ടാക്കാമെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന ഒരു കറിയാണ് ഈ സിമ്പിൾ പുളിശ്ശേരി. ഞാൻ കഷ്ണങ്ങളൊന്നും വേണ്ട, കഷ്ണങ്ങൾ വേവിക്കാനുള്ള സമയം പോകുന്നില്ല. ഇത് പെട്ടെന്ന് തന്നെ നാളികേരം എടുത്ത് എല്ലാം കൂടെ അരയ്ക്കുക, മോരൊഴിക്കുക, കാച്ചി ഒഴിക്കുക, അത്രേ ഉള്ളൂ നമ്മുടെ പരിപാടി. അതേസമയം നല്ല ടേസ്റ്റിയാണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു പൊരിയലുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് വെറുതെ തന്നെ കൂട്ടി ചോറുണ്ണാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പൊരിയൽ, ക്യാരറ്റ് പൊരിയലോ ക്യാരറ്റ് മെഴുക്കുവരട്ടിയോ ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ പിന്നെ കുശാലായി. ഇത് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു 2 മിനിറ്റ് തിളക്കട്ടെ. ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഈ കറി കണ്ടു കഴിഞ്ഞാൽ പറയാം, ഓ ഇന്ന് മടി ദിവസമായിരുന്നു അല്ലേ, ഇന്ന് മടിയന്മാരുടെ കറിയാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കും തന്നെ. പക്ഷേ നന്നായി ചോറുണ്ടും ചെയ്യും, അത് വേറെ കാര്യം കേട്ടോ. ഈ നമ്മൾ ഒരുപാട് വെറൈറ്റി അല്ലെങ്കിൽ സ്പെഷ്യൽ കറി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സമയം അടുക്കളയിൽ ചിലവഴിച്ച് ചെയ്യുമ്പോൾ വല്ലപ്പോഴൊക്കെ ഇതുപോലെ സിമ്പിൾ കറികളും വിചാരിക്കും, ഓ ഇപ്പോൾ ഈ മട്ടനും ചിക്കനും ഒക്കെ വന്നതോടുകൂടി ഞങ്ങൾ ആരും ഓർക്കുന്നില്ലല്ലോ എന്ന് വിചാരിക്കും പാവങ്ങൾ. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അവരെ ഓർക്കുക. നന്നായി തിളച്ചിട്ടുണ്ട്, ഇത് മതി. ഇനി നമുക്കിതിലേക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി തിക്കായിട്ടുള്ള, അതായത് മോരിൽ വെള്ളം ഒഴിച്ചിട്ടില്ല, അങ്ങനെയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ലൂസ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പുളിയുടെ കാര്യം, തലേദിവസം എടുത്ത് പുറത്തേക്ക് ഒരു സംശയം വരും, കേടാവോ ചേച്ചി എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ഞാനിത് വർഷങ്ങളായി ചെയ്യാറുള്ളതാണ്, കേടൊന്നും ആവാറില്ല. കാരണം ഇവിടെ പ്രത്യേകിച്ചും ദുബായിലൊക്കെ ആണെങ്കിൽ നമ്മുടെ കിച്ചണിൽ അത്യാവശ്യം തണുപ്പുണ്ട്. പക്ഷേ ഞാൻ കബോർഡിലാണ് വെക്കുക, അപ്പോൾ കേടൊന്നും ആവാറില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ മോരുകറി ഉണ്ടാക്കി വെക്കുക, തലേദിവസം പിറ്റേ ദിവസം ഉപയോഗിക്കുക. അപ്പോൾ പിന്നെ അത്യാവശ്യം കറിയിൽ പുളി വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ, അത് ചൂടായാൽ മാത്രം മതി, തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. ചൂടാവുന്ന സമയത്ത് നമുക്ക് ഇതിൽ നിന്ന് മാറ്റി കാച്ചി ഒഴിക്കണം. അപ്പോൾ ഇതിൽ അല്പം ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ല ഇതിൽ. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, ഞാൻ എപ്പോഴും പറയാറുണ്ട്. കുറച്ച് കുറവായാലും കുഴപ്പമില്ല, പക്ഷെ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറിയിൽ ഭയങ്കര അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തേണ്ടി വരും. വലിയ പാടാണത്. പിന്നെ വേറൊരു കറി ഞാൻ ചെയ്യാറുണ്ട് ഇതിൻ്റെ പോലെ തന്നെ, നാളികേരം അരച്ചൊഴിക്കാത്ത മോര്. വെറുതെ ഇപ്പോൾ ചില ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കാണാൻ പറ്റും, മേശപ്പുറത്ത് 2 ജഗ് ഉണ്ടാവും, ഒന്നിൽ രസം ഒന്നിൽ മോരും. അതിൽ നാളികേരം അരച്ചിക്കാത്ത മോര് കറിയാണത്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, വെറുതെ കുടിക്കാൻ നല്ലതാണ്. ഇത് മതി കേട്ടോ, ചൂടായിട്ടുണ്ട് അത്യാവശ്യം, നമുക്ക് ഓഫ് ചെയ്യാം. കണ്ടോ, ഇത്രയും സമയം മതി നമ്മളുടെ മോര് കറി റെഡിയാവാൻ. ഇനി നമുക്കിതിലേക്ക് കാച്ചി ഒഴിക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം, ഒരു സോസ് പാൻ അടുപ്പത്ത് വയ്ക്കുക. അതൊന്ന് ചൂടാവട്ടെ. അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ കുറവ് മതിയെങ്കിൽ അത് കുറച്ച് ഒഴിച്ചാൽ മതി. പക്ഷേ വെളിച്ചെണ്ണയാണ് കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് വേറെ ഓയിലൊക്കെ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ നാടൻ മോരുകറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പോൾ കഴിയുന്നത് വെളിച്ചെണ്ണ ഒഴിക്കാൻ പറ്റുമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കൊത്തിയരിഞ്ഞ് ഇഞ്ചി ചേർക്കുന്നുണ്ട്. ഇഞ്ചി നിർബന്ധമൊന്നുമില്ല, ഓപ്ഷനിലാണ്. പക്ഷെ ഒരു നല്ല മണം കിട്ടും ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, ഇഞ്ചി ഈ പുളിശ്ശേരിയിൽ മാത്രം കേട്ടോ. പിന്നെ 3 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. മീഡിയം തീയിൽ വെച്ചാൽ മതി എപ്പോഴും കാച്ചി ഒഴിക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോയിടുന്ന സാധനങ്ങളൊക്കെ. പിന്നെ കടുക് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 ടീസ്പൂൺ കടുകാണ് ചേർത്തിരിക്കുന്നത്. ഒരു നുള്ളു ഉലുവ ചേർത്തിട്ടുണ്ട്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ തീ ഓഫ് ചെയ്ത് അടപ്പിൽ നിന്ന് എടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ഒരു നുള്ള് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ മോര് കറിക്ക് ഒരു ഭംഗിയുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഒരു നുള്ളു ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കും. ഒരു പ്രത്യേക ഫ്ലേവറാണ് ഉലുവപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ. എന്നിട്ട് നമുക്ക് നമ്മുടെ മോര് കറിയിലേക്ക്, സിമ്പിൾ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. എന്താ മണം എന്നറിയാം. എന്നിട്ട് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ട് തിരിച്ചൊഴിച്ച് കൊടുക്കുക. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ തുറക്കട്ടെ, കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാം. അതേപോലെ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്താ പറയുക, നമ്മൾ ഇത് പിരിയില്ല ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ. അത് വെയിൽ കിടന്ന് കഴിഞ്ഞിട്ട് തിളച്ച് കഴിഞ്ഞ സംഭവം പിരിയും. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. നാട്ടിൽ കിട്ടുന്ന പുളിശ്ശേരിയുടെ പോലെ അത്യാവശ്യത്തിന്
നല്ല പുളിയുണ്ട്. അല്പം ഉപ്പ് കുറവുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ എരിവും പുളിയുമുള്ള നല്ല അസൽ മടിയന്മാരുടെ സിമ്പിൾ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതിനുശേഷം എന്നോട് അഭിപ്രായം പറയുക. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്